മന്ത്രിസഭയിൽ NCP പ്രാതിനിധ്യമില്ലെങ്കിൽ രാജിയില്ലെന്ന നിലപാട് പരസ്യമാക്കിയ കെ ശശീന്ദ്രൻ. കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ മന്ത്രിയെ പിൻവലിക്കാൻ ചാക്കോ വിഭാഗം നീക്കം നടത്തുന്നതിനിടെയാണ് ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയത്. ശരത് പവാറിനെ കാണാൻ കഴിയാതെ ദില്ലിയിൽ നിന്ന് മടങ്ങിയതോടെ കെ തോമസിന് കാര്യങ്ങൾ തിരിച്ചടിയാവുകയാണ്. NCPയിൽ മന്ത്രിമാറ്റം സംബന്ധിച്ച സമ്മർദ്ദ നീക്കങ്ങൾ സജീവമായിരിക്കുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി മന്ത്രി കെ ശശീന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, ഒരുപാട് നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം വീണ്ടും അത് സമ്മർദ്ദ നീക്കത്തിന്റെ ഭാഗമായി പോളിറ്റ് ബ്യൂറോയിലൂടെ കെ തോമസ് ഇവിടേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ NCPയിൽ സംഭവിക്കുന്നത്? കെ തോമസും സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയും ഞാനും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ ശരത് പവാർ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ പങ്കെടുത്തിരുന്നതാണ്. അത് 2-3 മാസമായി. ആ യോഗത്തിൽ വെച്ച് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വന്നതൊരു വസ്തുതയാണ്. ഞാനെടുത്ത നിലപാട് കെ തോമസിന് മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ നിമിഷം എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഞാൻ പാർട്ടി പ്രസിഡന്റിനാണ് തരണമെങ്കിൽ പ്രസിഡന്റിന്, മുഖ്യമന്ത്രിക്കാണ് കൊടുക്കാൻ തയ്യാറാണ്. തോമസിനെ മന്ത്രിയാക്കുന്നതിന് എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമല്ല. എന്നാൽ എൻ്റെ രാജിയിലൂടെ NCPക്ക് ക്യാബിനറ്റിലുള്ള പ്രാതിനിധ്യം ഇല്ലാതാകുന്നിടത്തേക്ക് കാര്യങ്ങളെത്താൻ പാടില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ്. പാർട്ടി പ്രവർത്തകന്മാർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. തോമസിനെ മന്ത്രിയാക്കാതിരിക്കുകയും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്താൽ അതിന്റെ ഫലം പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതാവുക എന്നതാണ്. അവിടം വരെ പോകുന്നത് ശരിയല്ല എന്ന നിലപാട് ഞാൻ എടുത്തിരുന്നു. പാർട്ടിക്ക് അങ്ങനെ ഒരു പൊതു നിലപാടുണ്ടോ? അങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? മുന്നണി വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചില ചർച്ചകൾ നടക്കുന്നത് എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അല്ല, ആ ചർച്ച ബഹുമാനപ്പെട്ട പവാർജിയെ നടന്നപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞത് എൻ്റെ ആശങ്കയായി ഞാൻ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ വരുമ്പോൾ അത് പ്രതിഷേധ സൂചകമായ ഒരു രാജിയാണ്. NCPയെ പോലുള്ളൊരു പാർട്ടിക്ക് ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ എന്ന് ഞാനിത് പറഞ്ഞപ്പോൾ, ഉറപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ പവാർജി എന്നോട് ചോദിച്ചാൽ എന്താ കാരണം? ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയും ഞാനും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഇങ്ങനൊരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ എൻ്റെ നിലപാട് ഇതായിരിക്കും, അതുകൂടി പരിഗണിച്ച് വേണം നിങ്ങൾ തീരുമാനമെടുക്കാനെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അത് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് നിർദ്ദേശിച്ചത് നിങ്ങൾ 3 പേരും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ഒരു താല്പര്യം ഇതാണ്, ഈ താല്പര്യം അംഗീകരിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കണം. അദ്ദേഹം പറയുന്ന മറുപടി എന്താണ് എന്ന് പറഞ്ഞാൽ ആ മറുപടി എന്നെ അറിയിച്ചാൽ ഞാൻ CPMന്റെ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്യാം. ഇത് 2-2.5 മാസം മുമ്പുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷം പിന്നെ അനാവശ്യമായ പ്രസ്താവനകളോ സന്ദർശനങ്ങളോ യോഗങ്ങളോ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് താമസിച്ചു പോയത്? എല്ലാവർക്കും അറിയുന്ന പോലെ ആ മാസങ്ങളിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് NCPയുടെ ദേശീയ നേതാവായ ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനിടയിൽ താരതമ്യേന നിസ്സാരമായ ചെറുതായി ഈ കാര്യത്തിന് സമയം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ പ്രകാശ് കാരാട്ടുമായി സംസാരിക്കാമെന്ന് തീയതി നിശ്ചയിച്ചത്. അത് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയോ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയോ അതെന്തായി എന്നറിയുന്നതിന് വേണ്ടിയോ എന്താണെന്ന് എനിക്കറിയില്ല. സംസ്ഥാന പ്രസിഡന്റും MLA കെ തോമസും ഡൽഹിയിൽ പോയിരുന്നു. കെ തോമസ് പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ വീണ്ടും പവാർജിയുമായി സംസാരിച്ചിട്ടുണ്ട്, അതൊന്നും തെറ്റല്ല. അല്ല, അങ്ങേക്കൊരു വിയോജിപ്പ് ഇല്ല എന്ന് അങ്ങ് വ്യക്തമാക്കുന്നു. അപ്പോൾ കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിൽ വിയോജിപ്പുള്ളത് മുഖ്യമന്ത്രിക്കാണ് എന്നാണോ അങ്ങേക്ക്? അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പേരും കൂടി പാർട്ടിയുടെ തീരുമാനം, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം തോമസിനെ മന്ത്രിയാക്കണമെന്നും ശശീന്ദ്രനെ പിൻവലിക്കലുമാണെന്നും അതിന് സഹായകമായ നിലപാട് സ്വീകരിക്കണമെന്നും പറഞ്ഞ കത്ത് ഞങ്ങൾ കൊടുത്തപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയത്. അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയാൽ അതാണ് ശരത് പവാർജി അറിയിക്കേണ്ടത്. ഞങ്ങളിത് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി വിയോജിപ്പ് അറിയിച്ചു. അതുകൊണ്ട് ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അത് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്തതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ ശരത് പവാർജി പ്രകാശ് കാരാട്ടുമായി സംസാരിച്ചു. ഇനി
ആ സംസാരിച്ച വിവരം എന്താണ് എന്ന് പവാർജി അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളോട് പറയും ഇന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. അപ്പം അങ്ങ് തയ്യാറാണ്. ഒരു ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളിലൂടെ ന്യൂസ് 18 ചാനലിലൂടെ കേരളത്തിലെ NCP പ്രവർത്തകരോടും കേരള സമയത്തോടും പറഞ്ഞത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ഒരു പച്ചക്കൊടി ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ നിമിഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ രാജിക്കത്ത് ഞാൻ കൊടുക്കും. ഓക്കെ, വളരെയധികം നന്ദി നിലപാട് വ്യക്തമാക്കിയത്. വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയാണ് ശശീന്ദ്രൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുതിയ ഡിമാൻഡ് എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, അതായത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാം താൻ മാറിയാൽ എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നൽകണം. അതെങ്ങനെ കിട്ടും, അതുണ്ടാവില്ല എന്ന കാര്യം അറിയാവുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരം എന്ന് വേണം മനസ്സിലാക്കാൻ.